പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 41 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതായത് 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ഒരേ അക്ഷാംശ രേഖയിൽ സ്ഥിതി ചെയ്യുന്നതും സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരത്തിലുള്ളതുമായ രണ്ട് പ്രദേശങ്ങളാണ് എയും ബിയും. ഇവയിൽ എ സമുദ്രത്തോട് അടുത്തും ബി സമുദ്രത്തിൽ നിന്നും വളരെ അകലെയായും സ്ഥിതി ചെയ്യുന്നു എങ്കിൽ ഈ പ്രദേശങ്ങളുടെ അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഏത് പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്? അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പ്രസ്താവനയാണ് ഇവിടെ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വൺ, രണ്ട് പ്രദേശങ്ങളിലെയും അന്തരീക്ഷ മർദ്ദം തുല്യമായിരിക്കും. സെക്കൻഡ് വൺ, പ്രദേശം എയിൽ താരതമ്യേന അന്തരീക്ഷ മർദ്ദം കൂടുതലും പ്രദേശം ബിയിൽ കുറവുമായിരിക്കും. നെക്സ്റ്റ് ഓപ്ഷൻ, പ്രദേശം ബിയിൽ താരതമ്യേന അന്തരീക്ഷ മർദ്ദം കൂടുതലും പ്രദേശം എയിൽ കുറവുമായിരിക്കും. ലാസ്റ്റ് വൺ, രണ്ട് പ്രദേശങ്ങളിലും അന്തരീക്ഷ മർദ്ദം തീരെ കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ സി ആണ് ആൻസർ. പ്രദേശം ബിയിൽ താരതമ്യേന അന്തരീക്ഷ മർദ്ദം കൂടുതലും പ്രദേശം എയിൽ കുറവുമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്ത പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന നികുതി ഏതാണെന്ന് കണ്ടെത്താനാണ് പറയുന്നത്. ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് തൊഴിൽ നികുതി, ഭൂനികുതി, വ്യക്തിഗത വരുമാന നികുതി, കോർപ്പറേറ്റ് നികുതി. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇവിടെ നികുതി ചുമത്തുന്നത്. ആ നികുതി എന്ന് പറയുന്നത് തൊഴിൽ നികുതിയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ്, ചുവടെ നൽകിയിട്ടുള്ളവയിൽ ഹിമപർവ്വതം ഒരു ഉദാഹരണമല്ലാത്തത് ഏതിന് ആണ് ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത്. ഓപ്ഷൻ ഫസ്റ്റ് വൺ, യുവത്വ ഘട്ടത്തിലുള്ള പർവ്വതങ്ങൾ. ബി, സമാന്തര നിരകൾ ഉള്ള പർവ്വതങ്ങൾ. സി, വാർദ്ധക്യഘട്ടത്തിലുള്ള പർവ്വതങ്ങൾ. ഡി, ഹിമശൃംഗങ്ങളോട് കൂടിയ പർവ്വതങ്ങൾ. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, വാർദ്ധക്യഘട്ടത്തിലുള്ള പർവ്വതങ്ങളാണ്. ഇനി നെക്സ്റ്റ് 45ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേരളം ഉൾപ്പെടുന്ന താപീയ മേഖല. അതായത് കേരളം ഉൾപ്പെടുന്ന താപീയ മേഖല ഏതാണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് എന്ന് കണ്ടെത്താനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡി ആണ്, അതായത് ഉഷ്ണമേഖല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 46ാമത്തത്. ചുവടെ നൽകിയിട്ടുള്ള നിറങ്ങളിൽ ഏതാണ് ഒരു ധരാതലീയ ഭൂപടത്തിൽ കൃഷിഭൂമിയെ ചിത്രീകരിക്കുന്നത്? ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് പച്ച, മഞ്ഞ, വെള്ള, ചുവപ്പ് തുടങ്ങിയ കളറുകളാണ്. അപ്പോൾ ഇവിടെ കൃഷിഭൂമിനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ കൃഷിഭൂമിനെ കാണിക്കുന്ന കളർ എന്ന് പറയുന്നത് മഞ്ഞയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 47ാമത്തത്. ഒരു ധരാതലീയ ഭൂപടത്തിൻ്റെ നമ്പർ 45D/10 എന്നാണ്. ഇതിൽ 45 എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? അപ്പോൾ ഇവിടെ ഓപ്ഷൻ കൊടുക്കുന്നത് ഫസ്റ്റ് എ ഓപ്ഷൻ, പ്രസ്തുത ധരാതലീയ ഭൂപടം ഉൾപ്പെടുന്ന മില്യൺ ഷീറ്റിനെ. ബി, പ്രസ്തുത ധരാതലീയ ഭൂപടം ഉൾപ്പെടുന്ന ഡിഗ്രി ഷീറ്റിനെ. ഓപ്ഷൻ സി, പ്രസ്തുത ധരാതലീയ ഭൂപടം ചിത്രീകരിച്ചിട്ടുള്ള രാജ്യത്തെ. ഓപ്ഷൻ ഡി, പ്രസ്തുത ധരാതലീയ ഭൂപടം ചിത്രീകരിച്ചിട്ടുള്ള സംസ്ഥാനത്തെ. ഇവിടെ 45 എന്നത് ഉദ്ദേശിക്കുന്നത് ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്, പ്രസ്തുത ധരാതലീയ ഭൂപടം ഉൾപ്പെടുന്ന മില്യൺ ഷീറ്റിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 48ാമത്തത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം. അത് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ 1905, 1885, 1875, 1920. ഇതിന് പ്രത്യേകിച്ച് ഓപ്ഷൻ വേണ്ട എന്നാണ് തോന്നുന്നത്. ആൻസർ 1885. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിട്ടുള്ള ഭൂരൂപ രൂപീകരണ സഹായികളിൽ ഏതുമായി കാർസ്റ്റ് ഭൂപ്രകൃതി ബന്ധപ്പെട്ടിരിക്കുന്നു? അതായത് ഇവിടെ കാർസ്റ്റ് ഭൂപ്രകൃതി ഓപ്ഷനിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണാനാണ് പറയുന്നത്. ഓപ്ഷൻ ഭൂഗർഭജലം, കാറ്റ്, തിരമാല, ഹിമാനി. ഇതിൽ
കാർസ്റ്റ് ഭൂപ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ഭൂഗർഭജലം. ഇനി നെക്സ്റ്റ് 50ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത്. ഇതും നമുക്ക് പ്രത്യേകിച്ച് ഓപ്ഷൻ വേണമെന്നില്ല. അപ്പം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഇംഗ്ലണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 51ാമത്തത് ഇന്ത്യൻ നാഷണൽ ആർമി അതായത് INA ബന്ധപ്പെട്ടിരിക്കുന്നത് ആരുമായാണ്? ഓപ്ഷൻ എ ദാദാഭായ് നവറോജി, ഓപ്ഷൻ ബി ഗോപാലകൃഷ്ണ ഗോഖലെ, ഓപ്ഷൻ സി ഫിറോസ് ഷാ മേത്ത, ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. ഇതിൻ്റെ ആൻസറും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. അടുത്തതും സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് അതായത് പരിഗണിക്കപ്പെടുന്നത് ആരെയാണ്? ഓപ്ഷൻ എ നോർമൻ ബോർലോഗ്, ഓപ്ഷൻ ബി MS സ്വാമിനാഥൻ, ഓപ്ഷൻ സി PC മഹാലനോബിസ്, ഓപ്ഷൻ ഡി MN റോയ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി MS സ്വാമിനാഥനാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എപ്പോഴും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടും ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. അപ്പം നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും.